പല പ്രഭാഷകരും നടത്തിക്കൊണ്ടിരിക്കുന്ന യഹൂദിയത്താണ്. എന്താണ് യഹൂദിയത്ത്? മേലുള്ള ഒരു തെറ്റിയാൽ ഉണ്ടാക്കുക, താഴെയുള്ള ഒരു തെറ്റിയാൽ മയലിന്ന് പുറത്താക്കുക. മഹലായ മഹലിന്റെയും ജുമാഅത്ത് പള്ളിന്റെയും നിസ്കാര പള്ളിന്റെയും ഗേറ്റിന് കടന്നാൽ ആദ്യം കാണുക കല്യാണത്തോടനുബന്ധിച്ച് ഡാൻസ്, പാട്ട് പോലെയുള്ള ആഭാസകരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഈ മഹലിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നുണ്ടായാൽ ആ വ്യക്തിയെ ഈ മഹലിൽ നിന്ന് ഇനി ഒരു അന്വേഷണം കൂടാതെ പുറത്താക്കുന്നതായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കായ പള്ളികളുടെ ഗേറ്റ് കടന്നാൽ ഇത് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ അല്ലേ? ഉണ്ട്. ഇത് നിങ്ങൾ എന്തിനാണ് എഴുതിച്ചത്? സാധാരണക്കാരനെ പുറത്താക്കാനല്ലേ? എത്ര ആളെ പുറത്താക്കിയിട്ടുണ്ട്? എത്രയോ പുറത്താക്കിയിട്ടില്ലേ? ഇതേ സംഗതി വലിയൊരു എന്തെങ്കിലും പുറത്താക്കാത്തത്? അപ്പോഴും നിങ്ങളോലെ കറാമത്ത് പറഞ്ഞ അപ്പം നിങ്ങളെ ലക്ഷ്യം അല്ലാഹു അല്ല റസൂലും അല്ല. അത് പേച്ചതാണ്, ആ രീതി പിഴവാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. വളരെ നിങ്ങളിത് ചിന്തിക്കണം. ഇത് തനി യഹൂദിയത്ത്. അതേ സമയത്ത് ഏതെങ്കിലും മലപ്പുറത്തോ കോഴിക്കോട്ടോ ഉള്ള ഒരു മുതലാളിന്റെ കല്യാണമാണ് ഇങ്ങനെ നടന്നതെങ്കിൽ എത്ര പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തും? തെക്കുന്നൊക്കെ വരുന്ന പ്രഭാഷകന്മാർക്ക് 6 മാസം ഫുൾ ബുക്കിടാവും ഈ കല്യാണത്തോടുകൂടെ. ബുക്കിട്. കാരണം നീട്ടി പറയാലോ, അങ്ങനെ ആലിനെ മുതലാളിന്റെ കല്യാണം കണ്ടില്ലേ, അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ. ഇപ്പൊ നിങ്ങളെ നാവ് എവിടെ? ഇതിനല്ലേ യഹൂദിയത്ത് എന്ന് പറയുന്നത്? എന്താ യഹൂദിയത്ത്? യഹൂദികളുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ അവര് മിണ്ടൂല. സാധാരണക്കാരുടെ മേൽ ഉണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കും. ഇതല്ലേ ലഅനല്ലാഹുൽ യഹൂദ, യഹൂദികളെ അല്ലാഹു തആല ലഅനത്ത് ചെയ്യണം. കാരണം എന്താ? അവരിലെ വലിയവർ തെറ്റ് ചെയ്തപ്പോൾ മിണ്ടിയില്ല, സാധാരണക്കാരും നിയമം നടപ്പിലാക്കി. ഇത് ദീനാണോ? പറയും. ഇത് ദീനാണോ? ദീനല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിയമവും ഒക്കെ ഒന്നാ. അത് റഹ്മത്തുള്ളാഹിക്ക് ഒന്നാണ്, ഒക്കെ ഒന്നാ, എല്ലാവർക്കും ഒന്നാ. എന്നോടൊരാൾ പറഞ്ഞു, നീ കിതാബോ ചോദിക്കരുത്. എന്നോടൊരാൾ പറഞ്ഞു, കണ്ട ആൾ മരിച്ചുപോയി കഴിഞ്ഞ 2 കൊല്ലം മുമ്പ്. അടുത്ത കാലം വരെ നമ്മളെ ക്ലാസ്സിലുണ്ടായിരുന്നു. മരിച്ചു. അയാള് കണ്ണിയത്തിന്റെ ശിഷ്യനുമാണ്, കണ്ണിയത്തിന്റെ കൂടെ ദർസ് നടത്തിയ ആളുമാണ്. അങ്ങനത്തെ ഒരാൾ, ഒരു മൂല്യര് കണ്ണിയത്തിന്റെ കൂടെ ദർസ് നടത്തിയിട്ടുണ്ട്. ഉമ്മത്തൂര് കണ്ണിയത്തിന്റെ ഓതിയിട്ടുണ്ട്. ആള് പറഞ്ഞു, ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഒരാൾ കൊടയും കൊണ്ട് പള്ളിയൊക്കെ കയറാൻ വന്നപ്പോൾ കണ്ണിയത്ത് പള്ളിയിലുണ്ട്, കൊട പുറത്തേച്ച് കയറി കളാറും. അപ്പോൾ അയാൾ പുറത്തേച്ച് കയറിയില്ല, കൊടിയും കൊണ്ട് കയറി. അയാൾ പിന്നെയും പറഞ്ഞു കണ്ണിയത്ത് കൊട പുറത്തേച്ച് കളാറും. അപ്പം അയാൾ പറഞ്ഞു പുറത്തു വെക്കൂലാറും. അപ്പോൾ പിന്നെയും പറഞ്ഞ കൊട പോലത്തെ സാധനങ്ങളൊക്കെ പള്ളിൻ്റെ പുറത്താണ് നോക്കേണ്ടത്, നിങ്ങൾ കയറ്റണ്ടാറും. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കൊട മിമ്പറിൻ്റെ ചോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വലിയ ആളുകൾ, നിങ്ങളൊക്കെ കൊട മിമ്പറിന്റെ ചോട്ടിലൊക്കെ ആണോ? ഇൻ്റെ ഈ കൊലയൊക്കെ വെക്കാൻ പറ്റുമോ? ദൈവം വായിച്ചു. അപ്പൊ കണ്ണിയത്ത് പോയി നോക്കുമ്പോ പണ്ടെന്നോ വെച്ചതാണ്. കണ്ണിയത്തിന്റെ കൊട എവിടെ ഉണ്ട്? ചെറുത്തി മടക്കി എവിടെ വെച്ചത്? അപ്പൊ പറഞ്ഞു, ഇന്റെ താണ് തെറ്റിയത്, ചേച്ചി മാപ്പാക്കണം. മാപ്പാക്കൂല, നിങ്ങൾക്ക് ഞാൻ മാപ്പാക്കൂല. അല്ല അങ്ങനെ പറയണോ? മാപ്പാക്ക. അപ്പൊ പറഞ്ഞു, മാപ്പാക്കണമെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ജനങ്ങളോട് പറയണം, ഇവനും ഞാനും തമ്മിലൊരു തർക്കമുണ്ടായി, എനിക്കാണ് പേച്ച്. അതുകൊണ്ട് ഞാൻ പരസ്യമായി ഇവനോട് നിങ്ങളെ മുന്നിൽ വെച്ച് മാപ്പയച്ചിരിക്കുന്നത്. കേരളത്തിൽ നിങ്ങളീ പറഞ്ഞ 10,000-കണക്കിന് മഹലിൻ്റെ ഷെയ്ഖാണ് ആര്? കണ്ണിയത്ത്. നിസ്കാരം കഴിഞ്ഞിട്ട് മാപ്പണി വെച്ച്. അപ്പം അയാൾ കരിഞ്ഞു. അതാ കണ്ണിയത്ത്. അതേ നമ്മളെ നേതാക്കന്മാർ. അവിടെ വലിപ്പം ചെറുപ്പമില്ല, തെറ്റ് തന്നെയാണ്. അതന്നെ നമ്മൾക്ക് കണ്ണിയത്തിൽ വലിപ്പത്തരോ. പിന്നെ കണ്ണിയത്ത് മാപ്പ് ചോദിക്കൂല, പോയിക്കും. അങ്ങനെ 2 വിഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കൂല എന്ന് പറഞ്ഞാൽ തമ്മാടിയാളെ കൂട്ടരാ. കണ്ണിയത്ത് മാപ്പ് വെക്കൂല. കണ്ണിയത്ത് ആരുടെ ജനക്ക് മാപ്പ് വെക്കുന്ന പണിയാണോ കണ്ണിയത്തിന് വെച്ചാൽ തമ്മാടിയാ. ദീനാണ് അടിസ്ഥാനം. അള്ളാഹു നമ്മൾ അഭിമുഖീകരിക്കുക. ഈ ചിന്നാലിന്നെ തങ്ങളെ കയ്യെ മുത്തിയോ, ഇന്നാലിന്നെ തങ്ങളെ കാലിക്കൽ വീണോ, ഇതല്ല സിറാത്ത് പാൽ. അള്ളാഹിന്റെ കോടതി ചോദിക്കുക, ദീൻ എങ്ങനെയാണ്, ദീനിനെ നീ എങ്ങനെ കണക്കാക്കി, അതാ ചോദിക്കുക. അള്ളാഹു ആ ദിവസം നല്ല വാക്ക് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അത്രയേ ഉള്ളൂ. മറ്റൊക്കെ നല്ലതല്ലേ? ആ നല്ലതാണെങ്കിൽ നല്ലതാണ്. തങ്ങളെ കാൽമൊക്കെ വീണിട്ട് കാലിൻ്റെ ചെരുപ്പ് എൻ്റെ നാവ് കൊണ്ട് നക്കി കൊടുത്തു, നല്ലതല്ലേ? ദീനുണ്ടെങ്കിൽ നല്ലതാണ്, ദീനില്ലെങ്കിൽ എന്തതിന് വില? ഒക്കെ നല്ല കാര്യമാണ്. ഇതിനൊന്നും ഇവിടെ ഒരു വിരോധമല്ല.
അതൊന്നുമല്ല ചിറ്റ, ഞങ്ങളെ കാലുമത്തെ സൂചി നാവുകൊണ്ട് പോളിഷ് ചെയ്ത് കൊടുത്തോളാം, ഇതൊന്നും വിരോധമില്ല. പക്ഷെ എന്ത് വേണം? ഇപ്പറഞ്ഞ തങ്ങൾക്കും നിനക്കും ദീന് വേണം. ഇംതിസാലു അവ്വാമിരില്ലാഹി വജ്തിനാബു നവാഹി, അത് വേണം. തറവാട്ടുകാരായാലും ഒരു തറവാട്ടുകാരാണ്, അവരെങ്ങനെയാണ് ഓരോ കുറ്റം പറയുമ്പോൾ അതൊക്കെ നിങ്ങളെ അടുക്കളയെ കുറിച്ച് നിങ്ങളെ പെണ്ണുങ്ങളോട് പറഞ്ഞോളി, ആൺകുട്ടികളോട് പറയരുത്. നമ്മളെല്ലാവരും ബഹുമാനിക്കും, പക്ഷെ അബദ്ധം കാണിച്ചാലും പറഞ്ഞാലും മറുപടിയാണ് പറയും. അതിന് പിന്നെ നമ്മളെല്ലാതാക്ക നിങ്ങൾ നോക്കിക്കോളി, അത് നിങ്ങളെ പണി, നമ്മളെ പണിയല്ല. നമ്മളെല്ലാതാക്കങ്ങൾ നോക്കുന്നു, നിങ്ങൾ നോക്കിക്കോളി, ഞമ്മക്കെന്താ വിഷയം? നമുക്കിവിടെ എന്താകണം, നമ്മളിവിടെ പിന്നെ ഉപ്പിലിട്ട് പാത്തക്കണം എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. നമ്മൾ മരിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. മരിക്കാൻ വേണ്ടി ജീവിക്കണമെന്ന് എന്താട ചങ്ങായി പ്രശ്നം? പിന്നെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഭിമാനം, ഒരു സ്വന്തം താല്പര്യവും അഭിമാനവും ഇല്ല. ഓനിപ്പം ഇനി കുറേ ആളുകൾ ചീത്ത പറഞ്ഞ് അതിലിപ്പം എന്ത് പ്രശ്നമുണ്ട്? നമുക്കൊരഭിമാനമില്ല. ഇല്ല ഇസ്സത്ത് റസൂലില്ല. അള്ളാഹ് റസൂലിൻ്റെ അഭിമാനം നമ്മളെ അഭിമാനം, അള്ളാഹ് റസൂലിൻ്റെ അല്പത്തരം നമ്മളെ അല്പത്തരം. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അതേ നമ്മൾ സന്തോഷം. ആ റസൂലുള്ളാഹിൻ്റെ ദീൻ നിലനിർത്തുമ്പോൾ നമ്മൾ ഒരാളെ ആക്ഷേപിക്കുകയാണ്, അതേ നമ്മൾ സന്തോഷം. എന്ത് പ്രശ്നം? ഈ ദുനിയാവിൽ ഒരാളെയും പറയാത്ത അങ്ങനത്തെ ചീത്തകൾ ഈ അടുത്ത ദിവസം വരെ ചിലർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് വിഷയമില്ല. അങ്ങനെ മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? അവരെ പേര് വെക്കരുത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പിന്നീട് നിങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം തോന്നരുത്. അത് നിങ്ങളെ അങ്ങനെ എനിക്ക് എതിരെ ചീത്ത ഈ ദുനിയാവിലൊരു മനുഷ്യൻ കണ്ടാലും കേട്ടാലും അറപ്പുള്ള ചീത്തകൾ ഈ അടുത്ത ദിവസം എൻ്റെ മെസ്സേജിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ ദയവായി നിങ്ങളെ പേരയക്കരുത്. അപ്പം എന്താ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ ഒരു ഫോർവേഡ് മെസ്സേജ് അയക്കണം. നിങ്ങളെ മൊബൈലിൽ നിന്ന് നേരെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പിടുത്തം കിട്ടും. ആദ്യം നിങ്ങളെ പെണ്ണുങ്ങളെ ഫോണിലേക്കൊന്ന് ചെയ്യുക, എന്നിട്ട് ഓളെ ഫോണിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാക്കാൻ്റെ മുത്തപ്പാൻ്റെ മകൻ്റെ ഇങ്ങോട്ട് അയച്ചാൽ അപ്പം എനിക്കൊരു സന്തോഷം. അൽഹംദുലില്ലാ, അത് ആരെ ഫോർവേഡ് മെസ്സേജാണ്. അപ്പം നിങ്ങളതല്ല, അപ്പം പ്രശ്നമില്ല. നമുക്ക് ഇതിൻ്റെ അപ്പുറമൊക്കെ ഇതിന് വരും നമ്മൾ ഉറപ്പിച്ച് കണ്ടാണല്ലോ ഇതിന് ഇറങ്ങിയത്. അല്ലെങ്കിൽ എന്താ വേദന? എനിക്ക് ഹബീബ് നിങ്ങൾ ഒരാളെ പേര് വെച്ച് അയാളോട് എനിക്ക് ദേഷ്യം തോന്നും. അത് വേണ്ട. നമ്മളൊക്കെ സിറാത്ത് പാലത്തിൽ ഒന്നിച്ച് രക്ഷപ്പെടേണ്ടവരും സ്വർഗത്തിൻ്റെ വാതിൽക്ക് ഒന്നിച്ച് കാണേണ്ടവരുമല്ലേ. അപ്പം നമ്മൾ തമ്മിൽ തെറ്റി കാണണ്ട. നമ്മൾ സ്വർഗത്തിലേക്കാണ് പോണ സമയത്തും ഇവനാണ് അന്ന് ആ മെസ്സേജ് അയച്ചതെന്ന് നമുക്ക് തോന്നും. ഒന്നും വേണ്ട. നിങ്ങൾ എന്ത് ചീത്ത അയച്ചോളൂ, എന്ത് ചീത്തയും കേൾക്കാൻ പറ്റിയ കോലത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു.